അപ്പോൾ റസൂലുള്ള ഷാഹിദാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓരോ അമ്പിയാക്കന്മാരും ദഅവത്ത് ചെയ്യുന്നതായ കാലഘട്ടത്തിൽ അവരുടെ ദഅവത്തിലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പിന്നെ അങ്ങനെ ഷാഹിദാവാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് നമുക്ക് ഈ ആത്മാവും ശരീരവുമായി കൊണ്ട് ബന്ധപ്പെടുമ്പോൾ ഈ ആത്മാവിനിക്ക് ചില പ്രത്യേക പരിധികളൊക്കെ ഉണ്ടാവും. ആ പരിധിൻ്റെ അപ്പുറത്തുള്ളത് ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയും? ഒന്നിരിക്കൽ ആത്മാവിനെ നമ്മൾ ശുദ്ധീകരിക്കണം. ശരീരത്തിൻ്റെ ആ ഇംഗിതത്തിലേക്ക് വഴിപ്പെടാതെ ശരീരത്തിനെ, ഈ ബാഹ്യമാവുന്ന ശരീരത്തിനെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് ആത്മാവിനിക്കുണ്ടാവും. അങ്ങനെ വന്നാൽ ആ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഉള്ളതിൻ്റെ ഈ മതിലിൻ്റെ അപ്പുറത്ത് എന്തുണ്ട്? നമ്മളെ സാധാരണ നേത്രങ്ങളെ കൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. പക്ഷേ നമ്മൾ ആത്മാവ് അത് ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവാണെങ്കിൽ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ജീവിതത്തിൽ ചെറുപ്രായത്തിൽ തന്നെ എന്തെങ്കിലും വൃത്തികേടുകൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അന്ന് ജാഹിലിയത്തിലുണ്ടായിരുന്ന പല ഉത്സവങ്ങളും ആ ഉത്സവങ്ങൾക്കൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയില്ല. കുടുംബങ്ങൾ മുഴുവൻ ശകാരിച്ചു എന്നാണ്. റസൂലുള്ളാഹിൻ്റെ അമ്മായിമാർ, പിന്നെ ബാപ്പൻ്റെ പെങ്ങന്മാർ പലരും ശകാരിച്ചു. റസൂലുള്ള പോയില്ല. ഏതോ ചില പിന്നെ ഉത്സവങ്ങൾക്ക് കുട്ടിപ്രായത്തിൽ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ടുപോയപ്പെട്ടപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നടക്കുന്ന വൃത്തികേടുകൾ കാണും. അത് കാണാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നേരം വെളുക്കുന്നത് വരെ റസൂലുള്ളാഹി അവിടെ എത്തലും ഉറങ്ങലും, പിന്നെ നേരം വെളുക്കുന്നത് വരെ കണ്ണു തുറന്നിട്ടില്ല എന്നുള്ളതാണ്. ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി കണ്ണു തുറക്കണം. അപ്പം ആ നിലക്ക് റസൂലുള്ളാഹിൻ്റെ കണ്ണിനെ അള്ളാഹു എന്താക്കി? ശുദ്ധീകരിച്ചു. ആ കണ്ണ് ശരീരത്തിലുണ്ടാവുമ്പോഴും ആ കണ്ണിനൊരു പ്രത്യേകത ഉണ്ടാവും. കാരണം അത് ആത്മീയമായി ശുദ്ധീകരിക്കപ്പെട്ട കണ്ണാണ്. അപ്പം ആത്മാവ് ശരീരവുമായി കൊണ്ടുള്ള ബന്ധം വേർപ്പെടുത്തപ്പെട്ടാൽ അത് ഏത് ആത്മാവാവട്ടെ, അത് മുഖദ്ദസ്തായ അർവാഹുകളാവട്ടെ, മുഖദ്ദസ്തല്ലാത്ത അർവാഹുകളാവട്ടെ, ആ ആത്മാവിനിക്ക് ചില പ്രത്യേകമാവുന്ന തസറുഫാത്തുകൾ, ക്രിയവിക്രയങ്ങളുണ്ടാവും. നേരെ മറിച്ച് അത് വിശുദ്ധാത്മാക്കളാണെങ്കിലോ അതിൻ്റെ ക്രിയവിക്രയങ്ങൾ വളരെ ശക്തമായിരിക്കും. നേരെ മറിച്ച് ആത്മാവ് ശരീരത്തിലുള്ള കാലത്തോളം ആ ശരീരത്തിൽ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആത്മാവിനിക്ക് കഴിയണം. അത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരുടെ ആത്മാക്കൾ, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവിൻ്റെ ആത്മാക്കൾ, അവർക്കൊക്കെ ആ സ്വഭാവമുള്ളവരാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പോൾ നമ്മൾ മരണപ്പെട്ടു എന്ന് നോക്കുക. മരണപ്പെട്ട അവിടെ വന്ന് ഖബറിൽ പല ചോദ്യം നടക്കുമെന്ന് പറഞ്ഞില്ലേ? ഈ പെട്ടൊരു ചോദ്യമല്ലേ, മാ ഇൽമുക ബിഹാദ റജുൽ എന്ന് ചോദിക്കണില്ലേ? ഈ മനുഷ്യനെ പറ്റി നിനക്ക് എന്താ അറിയും? ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? റസൂലല്ലേ. എവിടെ ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരു ദിവസം കോടിക്കണക്കിന് ആളുകളെ മറവിക്കുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ മറവിക്കുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ ചോദ്യം നടക്കും. അപ്പം ഇവിടെ മാ ഇൽമുക ബിഹാദ റജുൽ എന്ന് ചോദിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ ലോകം മുഴുവൻ മാ ഇൽമുക ബിഹാദ റജുൽ എന്നുള്ള ചോദ്യം നടക്കാം. ഈ മനുഷ്യൻ എന്നാ പറയണത്, ആ മനുഷ്യന്നല്ല, ആ ദൂരത്ത് എടുക്കണ ആ മനുഷ്യന്നല്ല. അപ്പം നിന്റെ കണ്ണ്, നീ വിശുദ്ധാത്മാവട്ടെ നിന്റെ ആത്മാവ്, അല്ല നിന്റെ ആത്മാവ് എന്താവട്ടെ, അവിശുദ്ധമായ ആത്മാവട്ടെ, നിന്റെ ആത്മാവിനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഖബർ ചെയ്യപ്പെട്ടാൽ ആ മഖ്ബൂറായ മനുഷ്യനോട് ചോദ്യം നൽകപ്പെടുമ്പോൾ ഈ മനുഷ്യനെ പറ്റി ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി എവിടെയുള്ളത്? അത് ഇന്ത മക്കാദിസ്ലിൻ അവിടെ ആവട്ടെ, എവിടെ ആവട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരെ കാണുകയാണ് ഈ മഖ്ബൂറായ മനുഷ്യൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നു. അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അങ്ങനെ കാണാൻ എങ്ങനെ കഴിയും? അതാണ് ആത്മാവിൻ്റെ പ്രത്യേകത. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി എന്നതുപോലെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിശുദ്ധമായ ആത്മാവിനിക്ക് മഹാന്മാരാവുന്ന സർവ്വ അമ്പിയാക്കന്മാരും അവർ ദഅവത്ത് ചെയ്യുമ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാഹിദെന്ന് പറഞ്ഞത്. ഷാഹിദെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇതൊരു വളരെയധികം പുണ്യമായ ഒരു ആത്മാവാണ് റസൂലുള്ളാഹിന്റെ ആത്മാവ്. റസൂലുള്ളാഹിന്റെ ആത്മാവിനിക്ക് മുൻകഴിഞ്ഞതായ സർവ്വ അമ്പിയാക്കന്മാരുടെയും ദഅവത്തിലേക്ക്, അവരെ പ്രബോധനത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷ്യം വഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സംഭവം നടക്കുമ്പോൾ വേണ്ടേ? അപ്പം ആ സംഭവത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാഹിദാണ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം.
അപ്പോൾ എല്ലാം പിന്നെ ഓ ഉമ്മത്തുഹു റസൂൽ ഇമാം ബുഖാരി വായത്തേത റസൂലാന്റെ ഉമ്മത്തും സാക്ഷ്യം വഹിക്കുന്നു. നമ്മളെങ്ങനെയോ സാക്ഷ്യം വഹിക്കുക? നമ്മൾ അപ്പുണ്ടോ? നമ്മളെ അത് കണ്ടുകൊടുക്കും. നമ്മൾ അമ്പിയാക്കന്മാരുടെ ആ ദഅവത്തിലേക്ക് അത് അനുഭവിച്ചറിഞ്ഞവരാണോ നമ്മൾ ആത്മാവ് അത്രമാത്രം വിശുദ്ധായ ആത്മാക്കൾക്കാണെങ്കിൽ ചിലപ്പോൾ അറിയാൻ കഴിയും. നമ്മളെ ആത്മാക്കളൊക്കെ അപ്പൊ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാക്ഷികളാവുന്ന പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സംഗതികൾ പൂർണ്ണമായും കൊണ്ട് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു അത് നബി ഇവിടെ ദഅവത്ത് ചെയ്തിട്ടുണ്ട്. ആ ദഅവത്തിന്റെ മേഖല വളരെ ചെറുതാണെങ്കിലും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി വിശാലമായ മേഖലയിൽ ഇബ്രാഹിം നബി അലൈഹി, അങ്ങനെ ഈ സർവ്വ അമ്പിയാക്കന്മാരുടെ ദഅവത്തിനെ പറ്റി നമുക്ക് പരിചയപ്പെടുത്തി തന്ന റസൂലാണ്. അപ്പൊ നമ്മൾ അവരെ ദഅവത്ത് കണ്ടതുപോലെ നമുക്ക് അതിന് സംശയമില്ല. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ളതായ നമ്മളെ വിശ്വാസമാണ്. അപ്പോൾ റസൂലുള്ളാഹിനെ ഷാഹിദ് എന്ന് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആ അസാധാരണത്വം, ആ കണ്ണിന്റെ വിശുദ്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലമുൽ അർവാഹിൽ നബിന്റെ പൂർണ്ണമായ ആ തസറുഫാത്തുകളിലേക്ക് സൂചന ആയിക്കൊണ്ടിട്ടാണ് ഇന്ന അർസൽനാക ഷാഹിദൻ. ആ നിലക്ക് ഷാഹിദായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചിട്ടുള്ളത്. സർവ്വ ഇന്ന അർസൽനാക അങ്ങനെയുണ്ട്. എല്ലാ മനുഷ്യർക്കും അവർക്ക് നദീറും അവർക്ക് ബഷീറൊക്കെ ആയിട്ട് നബിയെ തങ്ങളയച്ചിട്ടുണ്ട്. അങ്ങനെ സർവ്വ മനുഷ്യർക്കും സർവ്വ വസ്തുക്കൾക്കൊക്കെ എല്ലാ നിലക്കുള്ള ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വ വസ്തുക്കൾക്കും റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതല്ലേ ഈ വിശുദ്ധമാവുന്നതായ ഇസ്ലാമിന്റെ സന്ദേശത്തിന് അങ്ങനല്ലേ? ഇമാം ബുഖാരി തങ്ങൾ തന്നെ ബാബു കൊടുത്തതിന് ബാബു റഹ്മത്തിന്നാസി വൽ ബഹായിം, ബാബു റഹ്മത്തിന്നാസി വൽ ബഹായിം, മൃഗങ്ങളോട് കൃപ കാണിക്കണം. എല്ലാ മുസ്ലിങ്ങളോട് മാത്രം കൃപ കാണിക്കാന്നല്ല, അന്നാസ് എന്നാണ് ഇമാം ബുഖാരി തങ്ങൾ എല്ലാ മനുഷ്യരോടും. എന്നിട്ട് അതിന് സാക്ഷ്യമാവാൻ പറ്റുന്നതായ ഹദീസിലാണ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ ഈ ഒരു സന്ദേശം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അപ്പൊ എല്ലാ വസ്തുക്കൾക്കും റഹ്മത്തായി കൊണ്ടാണ് നബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം, ആ ജന്മദിനം ആഘോഷിക്കണ്ടേ എന്നൊക്കെ എന്നൊരു ചർച്ചയുടെ ഇന്നല്ല കുറേ കാലം മുമ്പേലുള്ളതാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ളതായ ആ ബഹുമാന ആദരവ് എന്നൊക്കെ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, അത് സ്വാഭാവികമായി ഉണ്ടായിത്തീരല്ലോ. സഹാബത്ത് എന്നുള്ള ചിലർ പറഞ്ഞില്ലേ, നബി വന്നപ്പോൾ നിൽക്കാൻ തുടങ്ങി ചിലർ, റസൂൽ പറഞ്ഞു നിൽക്കണ്ട. അപ്പൊ അവര് പറഞ്ഞതെന്താ? ഖിയാമിൽ അസീസി അലയ്യ ഫർഉൻ, നിൽക്കാതെക്കാൻ കഴിയൂല നബിയെ. നബിനെ കാണുമ്പോൾ നിൽക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. വതർക്കുൽ ഫർളി മാ ഹുവ മുസ്തഖീം, ഫർള് ഉപേക്ഷിക്കാന്നുള്ളത് നല്ലൊരു സംഗതിയല്ലല്ലോ. അജിബത്തുലിബൻ ലഹു അഖലുൻ വഫൗബുൻ, ബുദ്ധി വിവേകമൊക്കെ ഉള്ളതായ ആളുകളെ പറ്റിയാണ് ഞങ്ങൾക്കുള്ള പുതുമ. എന്താണ്? തറ ഹാദൽ ജമാല ഫലായഖൂം, നബിയെ കണ്ടിട്ട് നിൽക്കാത്തവൻ അവൻ എന്തൊരു വിഡ്ഢിയാണ്. അപ്പൊ റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ അന സയ്യിദുൽ ജിഹാദ്, അതോടുകൂടി ലാ തുസയ്യിദൂനി എന്നും പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്നെ സയ്യിദ് ആക്കണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ സയ്യിദ് തന്നെയാണ്. സയ്യിദ് എന്നത് എന്നോട് കൂട്ടി പറയേണ്ടതുമല്ല. അപ്പൊ ഞാൻ അല്ലാ തുസയ്യിദൂനി, നിങ്ങൾ സിയാദത്ത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഞാൻ സയ്യിദ് തന്നെയാണ്. അന സയ്യിദ് ഉൽദിയാദ് എന്ന് റസൂൽ പറഞ്ഞില്ലേ. അപ്പൊ ആ സയ്യിദ് എന്നുള്ള വാക്ക് നബിയിലേക്ക് കൂട്ടി പറഞ്ഞതിന് കുഴപ്പമില്ല. ആ സിയാദത്ത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ല, അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ആ നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അത് അവർക്കുള്ളതായ ഏറ്റവും വലിയതായ ഒരു പ്രത്യേകതയായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യകുലത്തിന്റെ നേതാവാണ്. റസൂലുള്ളാഹി അന സയ്യിദു ബുൽദിയാദ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എല്ലാ മനുഷ്യരോടുള്ള റഹ്മത്ത്, മൃഗങ്ങളോടുള്ള റഹ്മത്ത്, സസ്യങ്ങളോടുള്ള റഹ്മത്ത്, ഇങ്ങനെ സർവ്വ വസ്തുക്കളോടുള്ള റഹ്മത്ത്, ഈ റഹ്മത്തിന്റെ സന്ദേശമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ സന്ദേശത്തിന്റെ ഒരു രണ്ടാമത് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജന്മദിനത്തിനോടനുബന്ധിച്ചു കൂടി നമ്മൾ ചെയ്യണത്. പിന്നെ ജന്മദിനം ആഘോഷിക്കാൻ പറ്റും, റസൂൽ പറഞ്ഞതല്ലേ ആഘോഷിക്കണമെന്ന്. നബിനോട് ചോദിച്ചു, പല ദിവസം തിങ്കളാഴ്ച തോമ്പോൾ കിടന്നതിൻ്റെ കാരണം. നബി എന്താ പറഞ്ഞത്? ദാക്ക യൗമുൻ ഉലിതു ഫീഹി, അന്നാണ് എൻ്റെ ജന്മദിനം.
നോമ്പൊൽക്കാനുള്ള കാരണം പറഞ്ഞാൽ എന്താ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ജന്മദിനമായതുകൊണ്ട് ആ ദിവസത്തിൽ നിങ്ങൾ നോമ്പോ അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗത്തുകളെ കൊണ്ട് നിങ്ങൾ എന്താക്കണം, ധന്യമാക്കണം. അതാണ് ആഴ്ചയിൽ മടങ്ങി വരുന്ന എല്ലാ തിങ്കളാഴ്ചക്കും പുണ്യമുണ്ട്. പഴയ കാലത്തൊക്കെ എല്ലാ വീട്ടിലും മൗലിദ് തോന്നും. മൗലിദ് എന്ന് പറഞ്ഞ ഒരു ദിക്റാണ്. മൗലിദ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? മൗലിദ് ഒരു പ്രധാനപ്പെട്ട ദിക്റാണത്. അള്ളാഹു റസൂലിന്റെ മൗലിദ്, റസൂലുള്ളാഹിന്റെ പേര്, അമ്പിയാക്കന്മാരുടെ പേര്, അള്ളാഹുവിന്റെ മലായികത്തിന്റെ പേര്, അള്ളാഹുവിന്റെ ഔലിയാക്ക, ഇതൊക്കെ ദിക്ർ. യാ ഗൗസ് യാ മുഹിയുദ്ദീൻ, അതൊരു പ്രധാനപ്പെട്ട ദിക്റല്ലേ? വെറുതെ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞ് പോകല്ലോ. അത് മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ മശായിഖന്മാർക്കുള്ള പേരുകൾ, ബദരീകൾക്കുള്ള അസ്മാക്കൾ, ഇതൊക്കെ ദിക്റുകൾ തന്നെയാണ്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതായ പേര്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ്. എന്നതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകളിൽപ്പെട്ട ദിക്റാണ് റസൂലുള്ളാഹിന്റെ പേര്. അതല്ലേ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂൽ പറഞ്ഞു, യാ ഹസ്സാനു ഉഹ്ജുൽ മുശ്രിക്കീൻ, അല്ലെങ്കിൽ യാ ഹസ്സാനു ഹാജിൽ മുശ്രിക്കീൻ. ഹസ്സാനെ മുശ്രിക്കീങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് നീ പാടണം. അതെന്താ പറയാൻ കാരണം? റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചുകൊണ്ട് മുശ്രിക്കീങ്ങൾ പാടിയപ്പോൾ അതിന് മറുപടി പറയാൻ പറഞ്ഞു ഹസ്സാനോട്. അപ്പൊ ഹസ്സാനോട് പിന്നെ അതിന്റെ കൂടെ റസൂൽ ഒരു വാക്ക് പറഞ്ഞു, ഓ ജിബ്രീലു മഅക്. ഹസ്സാനെ ജിബ്രീലിന്റെ കൂടെ ഉണ്ടാവും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഹസ്സാനെ നീ പാടുന്ന പാട്ട് എന്നെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടി ആവുമ്പോൾ അതൊരു സാധാരണ പാട്ടല്ല ഹസ്സാനെ, അതൊരു ദിക്റാണ്, പ്രധാനപ്പെട്ട ദിക്റാണ്. നീ ആ പ്രധാനപ്പെട്ട ദിക്ർ ചെല്ലുമ്പോൾ നിന്റെ കൂടെ മലായിക്കത്തും ദിക്ർ ചെല്ലും. മലായിക്കത്ത് പാട്ട് പാടുന്ന ആൾക്കാരല്ലേ? നമുക്കറിയില്ലേ അവർ പാട്ട് പാടുന്ന ആൾക്കാർ. എന്തെങ്കിലും പാട്ട് പാടുള്ള വല്ല പണി? ലാ യഅസുറുല്ലാഹ മാ അമറഹും. അള്ളാഹുവിന്റെ കൽപ്പനകൾക്കൊന്നും മാറു കാണിക്കാൻ, അതിന് വിപരീതം ചെയ്യാൻ മലായിക്കത്തിന് കഴിയൂല. അവർ സർവ്വസമയത്തും തസ്ബീഹും തഹ്ലീലുമായിട്ട് കഴിച്ചു കൂടുന്നവരായിരിക്കും മലായിക്കത്ത്. അപ്പൊ അവർക്ക് അള്ളാഹുവിന്റെ ഒന്നിനും വിപരീതത കാണിക്കാൻ മലായിക്കത്തിന് കഴിയൂല. പിന്നെ അവർ എപ്പോഴും ദിക്റുന്നവരാണ്. എന്നാ പിന്നെ ജിബ്രീലിന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഹസ്സാനെ നീ പാടുന്ന പാട്ടുണ്ടല്ലോ എൻ്റെ മദ്ഹാണത്. കാരണം എന്നെ ആക്ഷേപിച്ചവർക്ക് മറുപടി ആവുമ്പോൾ എൻ്റെ മദ്ഹ് അതിൽ ഉൾക്കൊള്ളും. എൻ്റെ മദ്ഹ് ആയതുകൊണ്ട് ഹസ്സാനെ ജിബ്രീലിന്റെ കൂടെ പാടുന്നു. അപ്പൊ റസൂലുള്ളാഹിനെ പറ്റി രചിക്കപ്പെട്ട മൗലിദ്, റസൂലുള്ളാഹിനെ പറ്റിയുള്ള മൗലിദ് മാത്രമല്ല, സർവ്വ അമ്പിയാക്കന്മാരെ പറ്റിയും അള്ളാഹുവിന്റെ ഔലിയാവിനെ പറ്റിയൊക്കെ രചിക്കപ്പെട്ട മൗലിദുകൾ, അതൊക്കെ ദിക്റുകളാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ ഇതുപോലുള്ളതായ ദിക്റുകളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് തിങ്കളാഴ്ച ദിവസമാകുമ്പോൾ നോമ്പൊക്കെ കൽപ്പിച്ചല്ലോ, നോമ്പ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള മൗലിദുകളെ കൊണ്ടോ, പ്രത്യേകിച്ച് ഓരോ വർഷത്തിലും മടങ്ങി വരുന്ന റബീഉൽ 12, ആ 12-ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള പ്രബലമായ അഭിപ്രായ പ്രകാരം ഇവിടെ മടങ്ങി വരുന്ന ഓരോ 12-നും ആഴ്ചയിൽ മടങ്ങി വരുന്ന തിങ്കളാഴ്ചയ്ക്ക് പ്രധാനമുള്ളതുപോലെ ആ പ്രധാനം ഉണ്ടാവാനുള്ള കാരണം എന്തോ? നബിന്റെ ജന്മദിനമായതുകൊണ്ടാണ്. എന്നതുപോലെ എല്ലാ 12-നും ആ ബഹുമാനമുണ്ട്. ആ ബഹുമാനം നമ്മൾ പൂർണ്ണമായും കൊണ്ടിട്ട്, ആ ബഹുമാനം പ്രകടമാക്കിക്കൊണ്ടിട്ട്, നബിനോടുള്ളതായ ആദരവ് പ്രകടമാക്കിക്കൊണ്ടിട്ട് ആ ദിവസത്തിൽ മൗലിദ് കൊണ്ടിട്ടും മറ്റുള്ളതായ സദഖകളെ കൊണ്ടും അന്നദാനങ്ങളെ കൊണ്ടും, അതൊക്കെ ഇബാദത്തുകളാണ്. ആ ഇബാദത്തുകളെ കൊണ്ട് ഇത് ധന്യമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് അത് നമ്മൾ വേണ്ടാന്ന് വെച്ചാലും, അല്ലെങ്കിൽ അത് നമ്മളെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഈമാനിൽ നിന്ന് വളർന്ന് വരേണ്ട ഒരു സംഗതിയാണ്. ഏത് ഒരു യഥാർത്ഥ മൂമിനാണെങ്കിൽ ആ മൂമിനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള മഹബത്ത് ലോകത്തുള്ളതായ സർവ്വ വസ്തുക്കളോടും ഉള്ളതിനേക്കാൾ അധികമായ നിലക്കുള്ള മഹബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടാവണം. അതില്ലാന്നുണ്ടെങ്കിൽ അവൻ്റെ ഈമാനിക്ക് എന്തോ നിലക്കുള്ളതായ നുക്സാൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ആ മഹബത്ത്, ആ ആദരവ് എന്നൊക്കെ പറഞ്ഞത്, ചിലർ പറയും മഹബത്തും ആദരവൊക്കെ നബിയുടെ ശരീഅത്ത്, അത് അങ്ങനത്തെ നബിയുടെ ശരീഅത്ത് ചെയ്യാൻ പറ്റില്ല തന്നെയാണ്. നബിയുടെ ശരീഅത്ത് പറഞ്ഞ സംഗതി തന്നെയാണിത്. നബി ജനിച്ച ദിനത്തിലേക്ക് ബഹുമാനുണ്ട്. നബി ജനിച്ചതെന്നല്ല, റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോകുമ്പോൾ ബത്ലഹേമിലെത്തിയപ്പോൾ ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു, സ്വല്ലിയാഹുന റക്അത്തൈൻ, ഇബ്നു 2 റക്അത്ത് നിസ്കരിക്കുന്നു. പിന്നീട് ജിബ്രീൽ അതിന്റെ കാരണം പറഞ്ഞു കൊടുത്തു, ആദാ ബൈത്തുൽ അഹ്മീൻ, ഇത് ബത്ലഹേമാണ്. ഫീ ഉലിദ ഈസ, അവിടെയാണ് ഈസനെ പ്രസവിക്കപ്പെട്ടത്. അപ്പൊ ഈസ നബി പ്രസവിക്കപ്പെട്ട സ്ഥലത്തിലേക്ക് പ്രത്യേകത ഉണ്ട്. അതിനെ ബഹുമാനിക്കണമെന്നാണ് റസൂലുള്ളാഹിനോട് കൽപ്പിച്ചത്. അപ്പൊ സർവ്വ അമ്പിയാക്കന്മാരും പ്രസവിക്കപ്പെട്ട സ്ഥലം അത് വ്യക്തമായി കൊണ്ട് തെളിയിക്കപ്പെട്ടാൽ ആ സ്ഥലത്തിലേക്ക് പ്രത്യേകത ഉണ്ട്. അവർ ജനിക്കപ്പെട്ട ദിവസം അത് തെളിയിക്കപ്പെട്ടാൽ ആ ദിവസത്തിലേക്ക് പ്രത്യേകത ഉണ്ട്.
അപ്പോൾ ആ ദിവസത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ആദരവും ബഹുമാനമൊക്കെ ഉൾക്കൊള്ളും കൊണ്ടിട്ട് ആ ദിവസത്തിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഒരു വാശിക്ക് വേണ്ടി ചെയ്യുന്ന സംഗതികളാവാനും പാടില്ല. മൗലിദ് പരിപാടികളും അതിനോടനുബന്ധിച്ച പ്രകടനങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഈമാനിൽ നിന്നുണ്ടായി തീർന്നും കൊണ്ടാവണം, ഇഖ്ലാസോടുകൂടി ആവണം ഇതൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടത്. ആ നിലയ്ക്ക് ഈ പരിപാടികളൊക്കെ നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ.